ബീയിങ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ലിമിറ്റോ അല്ലെങ്കിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയോ സംസാരിക്കാൻ പേടിയുള്ള ഒരവസ്ഥയോ ഷൈനസ് കൂടുതലുള്ള അവസ്ഥയോ ഒന്നും അല്ല. ഒരിക്കലും നമ്മുടെ പൊട്ടൻഷ്യലിന്റെ ഒരു പരിധിയല്ല. നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് പോലെ നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു രീതിയോ നമ്മുടെ ഒരു സ്വഭാവ സവിശേഷതയോ അല്ല ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് നാച്ചുറലി നമ്മളിലുള്ള നമുക്ക് ഏറ്റവും നമ്മളെ കംഫർട്ട് ആക്കുന്ന റീചാർജ് ആക്കുന്ന നമ്മുടെ ഒരു ക്യാരക്ടർ ഫീച്ചർ മാത്രമാണ് നമ്മുടെ ഈ ഇൻട്രോവേർട്ട് നേച്ചർ എന്ന് പറയുന്നത്. ഈ വേൾഡിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള വളരെ വിശ്വപ്രസിദ്ധരായിട്ടുള്ള ഇൻട്രോവേർട്സ് ഉണ്ട്. 1921 നൊബേൽ പ്രൈസ് കിട്ടിയ തിയറി ഓഫ് റിലേറ്റിവിറ്റി വികസിപ്പിച്ചെടുത്ത ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. മൈക്രോസോഫ്റ്റ് സ്ഥാപിച്ച ബിൽ ഗേറ്റ്സും ഇൻട്രോവേർട്ട് ആയിരുന്നു. ഹാരി പോട്ടർ സീരീസ് രചിച്ച JK റൗളിംഗ് ഇൻട്രോവേർട്ട് ആയിരുന്നില്ലേ? അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിൽ വളരെയധികം പങ്കുവഹിച്ച റോസ പാർക്കും ഇൻട്രോവേർട്ട് തന്നെയായിരുന്നു. ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റ് ആയിരുന്ന സ്പേസ് സയൻസിൽ വളരെയധികം സംഭാവനകൾ നൽകിയ APJ അബ്ദുൽ കലാം ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും ഇൻട്രോവേർട്ട് ആയിരുന്നു. നമ്പർ തിയറിയിൽ ലോക പ്രശസ്തമായ മാത്തമാറ്റിക്കൽ കോൺട്രിബ്യൂഷൻ നൽകിയ ശ്രീനിവാസ രാമാനുജനും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനായ സത്യജിത് റോയിയും ഒരു ഇൻട്രോവേർട്ട് തന്നെയായിരുന്നു. 1913 നൊബേൽ പ്രൈസ് ജേതാവായ രബീന്ദ്രനാഥ് ടാഗോറും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു. കേരളത്തിലേക്ക് വന്നാൽ സാമൂഹിക ജാതി വിവേചനത്തിനെതിരെ പ്രവർത്തിച്ച ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ പ്രാചീന കവിത്രയത്തിൽ ഒരാളായ വള്ളത്തോളും ഒക്കെ ഇൻട്രോവേർട്ട് ആയിരുന്നു. ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശസ്ത കൃതികളുടെ രചയിതാവായ തകഴിയും മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന KR നാരായണനും ഒക്കെ ഇൻട്രോവേർട്ട് തന്നെയായിരുന്നു. പ്രശസ്ത അത്ലറ്റായ PT ഉഷയും സിനിമാ താരങ്ങളായിട്ടുള്ള പൃഥ്വിരാജ്, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരൊക്കെ ഇൻട്രോവേർട്ട് തന്നെ ആയിരുന്നല്ലേ. ലോകപ്രസിദ്ധരായവരുടെ പട്ടികയിൽ ഇൻട്രോവേർട്ടുകളുടെ ലിസ്റ്റ് നോക്കിയാൽ അത് വളരെ അധികമാണ്. അങ്ങനെ ഇരിക്കലും നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നമ്മളോടൊക്കെ പറയും ഈ ഇൻട്രോവേർട്ട് നേച്ചർ മാറ്റിയെടുക്കണം, സാമൂഹികമായിട്ട് ഇടപെടാനും ജീവിക്കാനൊന്നും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് അത്രയധികം പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മിത്ത് ആണ്, അല്ലെങ്കിൽ അവരുടെ കുറെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആണ്. സത്യത്തിൽ വളരെയധികം ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെയധികം നല്ല ഫീച്ചേഴ്സ് ഉള്ള നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കഴിവുകളുള്ള ആളുകൾ തന്നെയാണ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ. സൈക്കോളജിയിൽ കാൾ ജങ് ആണ് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നിങ്ങനെയുള്ള 2 കാറ്റഗറി ഓഫ് ഡിസ്റ്റിങ്ഷൻ ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാൾ ജങ്ങിന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളുടെ എനർജി വളരെ സബ്ജക്റ്റീവും ഇന്റർണലൈസ്ഡുമാണ്. അതായത് പുറമേയുള്ള ഈ പുറം ലോകത്തുള്ള വളരെ ശബ്ദമുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തെക്കാൾ സ്വന്തം ചിന്തകൾ, ഫീലിങ്സ്, ഐഡിയാസ്, വളരെ ക്വയറ്റ് ആയിട്ടുള്ള എൻവയൺമെന്റ്, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ചർച്ചകൾ എന്നിവയ്ക്കാണ് ഇൻട്രോവേർട്ട് പ്രാധാന്യം നൽകുന്നത്. ഒരു വലിയ സോഷ്യൽ ഗാദറിംഗ് കഴിഞ്ഞാൽ കുറച്ചു സമയം ഒറ്റയ്ക്കിരുന്ന് റീചാർജ് ആവുക എന്നുള്ളതാണ് ഇൻട്രോവേർട്ട് അഥവാ അന്തർമുഖരായിട്ടുള്ള ആളുകളുടെ മറ്റൊരു സവിശേഷത. മറ്റുള്ള ആളുകൾ എത്ര തന്നെ നിങ്ങൾ അധികം സംസാരിക്കാത്ത ആളാണ്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തോ ഒരു പോരായ്മയുണ്ട്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരുമായിട്ട് വളരെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്, നല്ല സാമൂഹിക ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നതെങ്കിലും സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നതും ഏറ്റവും ക്രിയേറ്റീവായിട്ടും ഫോക്കസ്ഫുൾ ആയിട്ടും വർക്ക് ചെയ്യുന്നതും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഇൻട്രോവേർട്സിന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിക്ക് വളരെയധികം ഹിഡൻ സ്ട്രെങ്ത് ഉണ്ട്. ലിസണിങ് ക്യാപ്പബിലിറ്റീസ്. മറ്റുള്ള ആളുകൾ നമ്മളെ കേൾക്കുന്നതായി ധരിച്ചു നിന്നാലും പല കാര്യങ്ങളും അവരുടെ മനസ്സിലേക്കൊന്നും എത്തുന്നുണ്ടാവില്ല. ഈ കേൾക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും തമ്മിലൊരു വ്യത്യാസം ഉണ്ടല്ലോ. അതായത് ഹിയറിംഗ് ആൻഡ് ലിസണിങ്, ദീസ് 2 ആർ ഡിഫറെന്റ്. എങ്ങനെയാണ് ഇതിലൊരു വ്യത്യാസം വരുന്നത്? എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലിസൺ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കുറച്ചായിരിക്കും. പക്ഷെ ഇൻട്രോവേർട്ടുകൾ എപ്പോഴും ആവശ്യമുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാൻ ശ്രമിക്കുന്നതും ലിസൺ ചെയ്യാൻ ശ്രമിക്കുന്നതും അല്ലെ. സോ നല്ല ലിസണിങ് കപ്പാസിറ്റി ഉള്ള ക്വാളിറ്റേറ്റീവ് ലിസണേഴ്സ് ആണ് ഇൻട്രോവേർട്സ്. ഡീപ് തിങ്കിങ് ആണ് ഇൻട്രോവേർട്ടുകളുടെ മറ്റൊരു പ്രത്യേകത. കാര്യങ്ങൾ വളരെ ആഴത്തിൽ ചിന്തിക്കാനും വിശകലനം ചെയ്യാനും മനസ്സിലാക്കാനും ഉള്ള ബുദ്ധിയും പ്രാപ്തിയും കാര്യശേഷിയും ഉള്ളവരാണ് ഇൻട്രോവേർട്സ്.
ഏതൊരു കാര്യത്തിലാണോ ശ്രദ്ധിക്കേണ്ടത് അതിൽ 100% ശ്രദ്ധ പുലർത്താൻ, ആ ഫോക്കസ് അഥവാ കോൺസെൻട്രേഷൻ അവിടെ കൊടുക്കാൻ കഴിയുന്നവരാണ്, അത്തരത്തിൽ വളരെ നല്ല ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നവരാണ് ഇൻട്രോവേർട്സ്. വളരെ ഇൻഡിപെൻഡന്റ് ആയി ജീവിക്കാൻ സാധിക്കുന്ന, മറ്റുള്ളവരെ പല കാര്യത്തിനും ആശ്രയിക്കേണ്ടതില്ല, നമുക്ക് സ്വയം ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ സെൽഫായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന, ചെയ്യാൻ ശ്രമിക്കുന്ന, ചെയ്യുന്നതിൽ വിജയിക്കുന്നവർ കൂടിയാണ് ഇൻട്രോവേർട്സ്. ക്രിയേറ്റിവിറ്റി, ഒറ്റയ്ക്കിരിക്കാനും ചിന്തിക്കാനും ആഴത്തിൽ വിശകലനം ചെയ്യാനും ഒക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ ഒരു വലിയ ശതമാനം ആളുകളും ഇൻട്രോവേർട്ട് നേച്ചർ ഉള്ളവരാണ്. മറ്റുള്ളവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇൻട്രോവേർട്സ്. അതായത് മനസ്സിലാക്കുക മാത്രമല്ല, അവരുടെ ഫീലിങ്സ് അതുപോലെ തന്നെ ഫീൽ ചെയ്യാനുള്ള ഒരു ശേഷി, അതായത് എംപതി എന്ന് പറയും. മറ്റുള്ളവരെ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവരുടെ സങ്കടമോ സന്തോഷമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഹാർഡ്ഷിപ്പോ അതുപോലെ ഉൾക്കൊള്ളാനും കൂടി കഴിയുന്നവരാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്ന ആ ഒരു എംപതി നേച്ചർ ഇൻട്രോവേർട്സിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇൻസൈറ്റ്, കാര്യങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗട്ട് ഫീലിംഗിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഒരു റൂമിന്റെ എനർജിയോ ഒരു കൂട്ടം ആളുകളുടെ എനർജിയോ സംസാരിക്കാൻ പോകുന്ന ഒരാളുടെ മനസ്സിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് പോലും ഒരു ഇൻട്രോവേർട്ടിന് വളരെ വേഗത്തിൽ സെൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബോഡി ലാംഗ്വേജിനോ ഒരു വേർഡിന്റെയോ മുന്നേ അല്ലെങ്കിൽ അതിന്റെ ഒന്നും പ്രസൻസ് ഇല്ലാതെ തന്നെ ഒരു ഇൻസൈറ്റിലൂടെ വായിച്ചറിയാൻ കഴിയുന്നവരാണ് ഇൻട്രോവേർട്സ്. ഒരുപാട് കാര്യങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്നത് കൊണ്ടും ഒറ്റയ്ക്കിരിക്കാൻ പ്രിഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഡിസിഷൻ മേക്കിംഗ് പവറുള്ള, നല്ല ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന, ഡിസിഷൻ എടുക്കാനുള്ള ഒരു കറേജ് ഉള്ള ആളുകൾ കൂടിയാണ് ഇൻട്രോവേർട്സ്. ഈ പറഞ്ഞതൊക്കെ ഇൻട്രോവേർട്സിന്റെ ഹിഡൻ സ്ട്രെങ്ത് ആണ്. ഇൻട്രോവേർട്ടായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് സെൽഫ് റീചാർജ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് നമ്മളെ എനർജൈസ് ചെയ്യാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെയോ മറ്റ് ആളുകളുടെയോ മറ്റ് എൻവയൺമെന്റിന്റെയോ ആവശ്യമില്ലാതിരിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകം, ഒരു വേൾഡ് നമുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അതിൽ നമ്മൾ പ്രൗഡ് ആയിട്ടിരിക്കണം. നമുക്ക് മാത്രം പറ്റുന്ന നമ്മുടെ ഡീപ്പ് തിങ്കിങ്ങും നമ്മുടെ സെൽഫ് റിലയൻസും നമ്മുടെ ഫോക്കസും നമ്മുടെ ചിന്തകളും നമ്മുടെ സെൽഫ് റീചാർജിങ്ങും ഒന്നും മറ്റുള്ള ആർക്കും പറ്റണമെന്നില്ല. ആരില്ലെങ്കിലും എന്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. ഇൻട്രോവേർട്സിനെ കുറിച്ചുള്ള ചില മിത്തുകൾ. പൊതുവെ എല്ലാവരും പറയുന്നതാണ് വളരെ ഷൈ ആയിട്ടുള്ള ആളുകളാണ് ഇൻട്രോവേർട്സ്, അതുകൊണ്ടാണ് അവരധികമൊന്നും സംസാരിക്കാത്തത് എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സത്യാവസ്ഥ? ഷൈ ആയിട്ടുള്ളത് കൊണ്ടല്ല സംസാരിക്കാത്തത്, പല കോൺവെർസേഷനും മീനിങ് ഫുൾ അല്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ്. ഇൻട്രോവേർട്സ് എപ്പോഴും സെലക്റ്റീവ്ലി ടോക്കറ്റീവ് ആണ്. ഒരിക്കലും ഇൻട്രോവേർട്സ് സംസാരിക്കാതെ ഇരിക്കുന്നവരല്ല. അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളോടും അവർക്ക് സംസാരിച്ചാൽ ഒരു മീനിങ് ഫുൾ കോൺവെർസേഷൻ ഉണ്ടാകും എന്ന് തോന്നുന്ന ആളുകളോടും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നവർ തന്നെയാണ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത്, അല്ലേ? രണ്ടാമത്തെ ഒരു മിത്താണ് ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവർ they don't like people, അല്ലെങ്കിൽ അവര് ആന്റി സോഷ്യൽ ആണ്, ആളുകളെ ഒന്നും ഇഷ്ടപ്പെടാത്തവര് ആണ് എന്നുള്ളത്. അതായത് എല്ലാ ആളുകളെയും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇനി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എല്ലാ ആളുകളെ ഇഷ്ടപ്പെടുന്നതായിട്ട് ആക്ട് ചെയ്യുമായിരിക്കും, പക്ഷെ ഇൻട്രോവേർട്ട് ഉള്ളവർ ഈ ആക്ടിങ് പാർട്ടിലേക്ക് പോവില്ല എന്നുള്ളതായിരിക്കും അതിലുള്ള ഡിഫറൻസ്. അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടപ്പെടാൻ പറ്റില്ല എന്നുള്ളത്, ആർക്കും ആരെയും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. സോ ഇൻട്രോവേർട്ട് ആണെങ്കിലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർക്ക് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാവാം, അതിനൊരു റീസൺ ഉണ്ടാവാം, അവർക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയാസ് നമുക്ക് ഉണ്ടായിരിക്കാം. ഒരു നല്ല മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതിന് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നതിന് നമ്മൾ സമയം പാഴാക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് ചിന്തിക്കുന്നവരാണ് ഇൻട്രോവേർട്സ്. മൂന്നാമത്തെ മിത്ത് ആന്റി സോഷ്യൽ ആണ് എന്നുള്ളത്. ആന്റി സോഷ്യൽ അല്ല, സെലക്റ്റീവ്ലി സോഷ്യൽ ആണ് ഓരോ ഇൻട്രോവേർട്ടും. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ട് ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുമെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്ന ജോലികൾ ചെയ്യുന്നവരാണ്. പ്രസന്റ് ചെയ്യാനും പബ്ലിക് സ്പീക്കർ ആവാനും ടീച്ചിങ് ജോബിലേക്ക് വരാനും ഡിസ്കഷനും കോർപ്പറേറ്റ് ജോബ്സുകളും ചെയ്യാനും IT മേഖലയിൽ വർക്ക് ചെയ്യാനും ജേർണലിസം ചെയ്യാനും ഈവൻ അഡ്വക്കേറ്റ് ആവുന്നതിനും പോലും ആർക്ക് കഴിയാറുണ്ട്?
കഴിയാറുണ്ട്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഏതൊരാൾക്കും കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതൊരു ഇൻട്രോവേർട്ടും സോഷ്യലൈസ് ചെയ്യും. അവിടെ ഒരു നീഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു സെലക്ഷൻ പ്രോസസ്സും ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് നീഡ് ഓർ പർപ്പസ് ഓർ മീനിങ് ആരും ഒരു ആക്റ്റീവ്ലി സെലക്റ്റീവ് സോഷ്യലൈസേഷൻ ചെയ്യും ആയിരിക്കുമ്പോൾ തന്നെ. ഫോർത്ത് മിത്ത്, കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്സ് ഒക്കെ ഓൾവേസ് ലാക്കിംഗ് കോൺഫിഡൻസ് എന്നുള്ളത്. അതും വളരെ തെറ്റാണ്. ഈ കോൺഫിഡൻസ് എന്നുള്ളത് പെട്ടെന്ന് മറ്റുള്ള ആളുകളോട് ചാടിക്കയറി സംസാരിക്കുന്നതോ എല്ലാ കാര്യത്തിനും പെട്ടെന്ന് മറുപടി പറയുന്നതോ എപ്പോഴും വളരെ എനർജി എക്സിബിറ്റ് ചെയ്യുന്നതോ ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിൽ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള ഡിഫറൻസ് ഒന്നുമില്ല. ആർക്കും ബൈ ബർത്ത് കുറെ കോൺഫിഡൻസ് ഒന്നും കിട്ടാറില്ല. നമ്മൾ വേണമെന്ന് വെച്ച് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരുപാട് സ്കില്ലുകളിൽ ഒരു സ്കില്ലാണ് ബീയിങ് കോൺഫിഡൻറ്റ് എന്നുള്ളൊരു സ്കില്ല്. സോ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് മാത്രം കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക എന്നൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് ഇൻട്രോവേർട്ട് ആയിരിക്കാം, പക്ഷേ ഒരുപാട് തരത്തിലുള്ള തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് പിയർ ഗ്രൂപ്പിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ജോബ് സൈറ്റിൽ നിന്നൊക്കെ കേട്ടുള്ളത് കൊണ്ട് പതിയെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് എക്സ്റ്റേണൽ റീസൺസ് ഉണ്ട്. ഒരിക്കലും ഇൻട്രോവേർട്ട് എന്നുള്ളത് കോൺഫിഡൻറ്റ് അല്ലാതെ ഇരിക്കാനുള്ള ഒരു റീസണേ അല്ല. നെക്സ്റ്റ് മിത്ത് ഈസ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും വളരെ ലോൺലി ആയിരിക്കും, ലോൺലിനെസ് അനുഭവിക്കുന്നവരായിരിക്കും എന്നുള്ളത്. ഓഫ് കോഴ്സ് ലോൺലിനെസ് അനുഭവിക്കുന്നവരൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യരെയും. എക്സ്ട്രോവേർട്ട് ആവട്ടെ ഇൻട്രോവേർട്ട് ആവട്ടെ എല്ലാവർക്കും ലോൺലിനെസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഇൻട്രോവേർട്സിന് ലോൺലിനെസ് എന്നല്ല, ബീയിങ് എലോൺ എന്നുള്ള ഒന്നാണ്. ലോൺലിനെസ് എന്ന് പറയുന്നത് നേക്കാൾ ബീയിങ് എലോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി സെലക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. സോ എപ്പോഴും സെൽഫായിട്ടൊന്ന് റീചാർജ് ചെയ്യാനും കംഫർട്ടബിൾ ആവാനും വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ എപ്പോഴും ഇൻട്രോവേർട്സിന് കുറച്ച് സെൽഫ് ടൈം അനിവാര്യമാണ്. അത് ലോൺലിനെസ് എന്നുള്ളതുമായിട്ടുള്ള ഒരു വലിയ വൈഡ് മീനിങ്ങിലേക്കുള്ളതല്ല, അതൊരു സെലക്റ്റീവ് ബീയിങ് അലോൺ പ്രോസസ്സ് മാത്രമാണ്. നെക്സ്റ്റ് മിത്ത് മറ്റുള്ളവരോട് സംസാരിക്കാൻ അറിയാത്ത ആളുകളാണ് എന്നുള്ളതാണ്. സംസാരിക്കാൻ വളരെ നല്ല രീതിയിൽ അറിയുന്ന ആളുകൾ തന്നെയാണ്. അത് നമ്മുടെ ചൈൽഡ്ഹുഡിലും നമ്മുടെ ടീനേജ് ടൈമിലും ഒക്കെ നമ്മൾ എങ്ങനെയുള്ള പരിസരത്തിലാണ് വളർന്നു വരുന്നത്, നമ്മുടെ എൻവയൺമെന്റ് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ ആളുകളിലും റിഫ്ലക്ട് ചെയ്യുന്നത്. മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയും അല്ലെങ്കിൽ എങ്ങനെ ഇടപഴകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളിൽ പോലും വളരെ നന്നായിട്ട് സംസാരിക്കുന്നവരും ഉണ്ട്, എന്നാൽ എക്സ്ട്രോവേർട്ട് ആയിട്ടും ആരോടും കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട്. സോ എഗെയിൻ ഇൻട്രോവേർട്ട് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടിരിക്കുക എന്നുള്ളതൊന്നും സംസാരിക്കാൻ അറിയാതിരിക്കുക എന്നുള്ളതിന്റെ ഒരു ലിങ്കും ഇല്ല അവിടെ. നമ്മുടെ എൻവയൺമെന്റും നമ്മുടെ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളും അനുസരിച്ചിട്ടായിരിക്കും ഒരാൾ എത്രത്തോളം നന്നായി സംസാരിക്കുന്നു, എത്രത്തോളം ആധികാരികമായി സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു സംശയമാണ് ഇൻട്രോവേർട്സിന്റെ ബ്രെയിനിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഘടനയാണോ ഉള്ളത് എന്നുള്ളത്. എല്ലാ മനുഷ്യർക്കും അവരുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സ്റ്റിമുലസ് ആയിട്ട് മാറും, അതായത് ഒരു സ്റ്റിമുലേഷൻ മേക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സ്റ്റിമുലേഷനും പിന്നീട് പ്രോസസ് ചെയ്യപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ശബ്ദം, വെളിച്ചം, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഇടപഴകുന്നതുമായിട്ടുള്ള ആളുകൾ, നമുക്കുണ്ടാകുന്ന പുതിയ അനുഭവങ്ങൾ, നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഹെൽത്ത് സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിനെ സംബന്ധിച്ച് ഒരു സ്റ്റിമുലസ് ആണ്. എല്ലാ മനുഷ്യർക്കും ഇത്തരത്തിലുള്ള സ്റ്റിമുലസുകളോടുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരുപോലെ ആകണമെന്നില്ല. ഇത് നമ്മൾ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ബന്ധപ്പെട്ടിരിക്കുക. നമ്മുടെ വിദ്യാഭ്യാസവും നോളജും നമ്മുടെ മെച്യൂരിറ്റിയും അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് ഉള്ളത്. നിങ്ങൾ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ ഒന്ന് സ്വയം അവലോകനം ചെയ്ത് നോക്കിയാൽ മതി. പുറത്തുള്ള ഏതെങ്കിലും സോഷ്യൽ ഗ്യാതറിംഗിൽ പങ്കെടുത്തതിന് ശേഷം, എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കോ ഫ്രണ്ട്സ് ഒരുമിച്ചുള്ള ഗ്യാതറിങ്ങോ എന്തെങ്കിലും കല്യാണത്തിനോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഫാമിലി ഫംഗ്ഷൻസിനോ എവിടെയെങ്കിലും ഒരുപാട് സമയം ചിലവഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കണം എന്ന് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ചോദ്യം, വലിയൊരു ഗ്രൂപ്പിനോട് ഒരേ സമയം പ്രത്യേകിച്ച്
ഗോളൊന്നുമില്ലാത്ത ഒരു റാൻഡം കോൺവെർസേഷൻ നടത്തുന്നതാണോ, അതോ ഏതെങ്കിലും 1-2 ആളുകളുമായിട്ട് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ എപ്പോഴും ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള, മീനിങ് ഫുൾ ആയിട്ടുള്ള, മിനിമൽ ആയിട്ടുള്ള കോൺവെർസേഷൻസിലായിരിക്കും എൻഗേജ്ഡ് ആവുക. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പോ ഒരു ഫോൺ കോൾ ചെയ്യുന്നതിന് മുമ്പോ മനസ്സിൽ പലതവണ ആലോചിക്കാറുണ്ടോ? ഒരു റിഹേഴ്സൽ നടത്താറുണ്ടോ? എങ്കിൽ ഉറപ്പായും നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണ്. അടുത്ത ചോദ്യം, നമുക്ക് ഇങ്ങോട്ടൊരു കോള് വരുമ്പോൾ ചില സമയം കയ്യിൽ തന്നെ ഫോൺ ഉണ്ടെങ്കിലും എടുക്കാൻ കഴിയാതിരിക്കാറുണ്ടോ? നിങ്ങൾ വളരെ നിശ്ചലമായ ഫോൺ കോൾ എൻഡ് ആവുന്നത് വരെ നോക്കിയിരിക്കാറുണ്ടോ? ഫോൺ കോളിനേക്കാൾ കൂടുതൽ മെസ്സേജസിനെ ഇഷ്ടപ്പെടാറുണ്ടോ? എങ്കിലും നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിരിക്കാനാണ് സാധ്യത. അടുത്ത ചോദ്യം, ചെറിയ കാര്യങ്ങൾ പോലും നോട്ട് ചെയ്യുന്ന സ്വഭാവമുണ്ടോ? പൊതുസ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ മറ്റുള്ള ആളുകളെ നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറ്റുള്ള ആളുകളുമായി എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടോ? അതായത് ലൈഫ് കുറെയൊക്കെ പ്രൈവറ്റായി സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? ദെൻ യു ആർ എ ഗുഡ് ഇൻട്രോവേർട്ട്. പരിചയപ്പെടാൻ കുറെ സമയമൊക്കെ എടുത്താലും ഒരാളെ അടുത്തറിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഇടപഴകാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുണ്ടോ? പോയി ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുക, ഒറ്റയ്ക്ക് ഷോപ്പിംഗ് ചെയ്യുക, ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുക, ഒറ്റയ്ക്ക് നടക്കുക, ഈ കാര്യത്തിലൊക്കെ കംഫർട്ടബിൾ ആണോ? സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ടിരിക്കാനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇതിന്റെയൊക്കെ ആൻസർ ഏറെക്കുറെ യെസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഇൻട്രോവേർട്ട് ആണ്. സോഷ്യൽ സിറ്റുവേഷന്റെ എക്സാമ്പിൾ എടുക്കാം. അതായത് ഒരു പാർട്ടി നടക്കുന്നു, ഒരാൾ വളരെ ഹാപ്പി ആയിട്ട് മറ്റുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു, വളരെയധികം എൻജോയ് ചെയ്യുന്നു. മറ്റൊരാൾ ഇങ്ങനെ ഒരു കോർണറിൽ ഇരുന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നു, ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു, കൂടുതൽ സ്മോൾ ടോക്കിനൊന്നും പോകുന്നില്ല. ഈ രണ്ടാമത് പറഞ്ഞ ആള് ആന്റി സോഷ്യൽ ആണോ? ആൾക്കാരോട് സംസാരിക്കാൻ പേടിയുള്ള ഒരാളാണോ? ആരെയും ഇഷ്ടപ്പെടാത്ത ഒരാളാണോ? ഒറ്റപ്പെട്ടു പോകുന്ന ഒരാളാണോ? ഒന്നുമല്ല. ഈ ഒരാൾക്ക് ഈ ഗ്രൂപ്പുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കാം. ആദ്യം ഏതൊരു എൻവയോൺമെന്റിനെയും ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. സ്മോൾ ടോക്കിനേക്കാൾ മീനിങ് ഫുൾ കോൺവെർസേഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, ഒരു ഇൻട്രോവേർട്ട് സ്ട്രേഞ്ചേഴ്സിന് മുന്നിൽ ചിലപ്പോൾ പോയിന്റ് ആയിരിക്കാം, പക്ഷെ അവരുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് അറിയാവുന്ന ഒരാളുടെ മുന്നിൽ അവർക്ക് സംസാരിക്കാൻ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിവുള്ള ഒരാൾ കൂടി ആയിരിക്കും. ഇൻട്രോവേർട്ട്സ് ആളുകളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? തീരെ ഫ്രണ്ട്സേ ഇല്ലാത്ത ഇൻട്രോവേർട്ട്സ് ഉണ്ട്, അവർക്ക് അതുകൊണ്ട് ഓക്കെ ആണ്. പിന്നെ എന്താണ് പ്രശ്നം? ചില ആളുകളാണെങ്കിൽ വളരെ വിരലിൽ ഉണ്ടാവുന്ന ചുരുക്കം ചില ഫ്രണ്ട്സ് മാത്രം ഉള്ളവരായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കുറച്ച് ആളുകളാണെങ്കിലും ജെനുവിൻ ആയിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങൾ മതി. എല്ലാവരുമായിട്ടും ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്നതിനോ എല്ലാവരുമായിട്ടും ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഇൻട്രോവേർട്ട്സ് സ്മോൾ ടോക്സിൽ അത്രയധികം താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്ട്സിന് 2-3 ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അവരുമായിട്ട് വളരെ ജെനുവിൻ ആയിട്ടുള്ള നല്ലൊരു കണക്ഷൻ, ലോയൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ 0 ഫ്രണ്ട്സ് ആയിരിക്കും. അതും ദാറ്റ്സ് ഓൾസോ ഫൈൻ, റൈറ്റ്? ഇൻട്രോവേർട്സുമായിട്ട് റിലേഷൻഷിപ്സ് ഉണ്ടാവുമ്പോൾ എങ്ങനെയായിരിക്കും? അവരെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ വളരെ ശബ്ദമുഖരിതമായിട്ട് ഇങ്ങനെ പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അവർ നിങ്ങൾക്ക് എപ്പോഴും ഒരു പേഴ്സണൽ സ്പേസ് തരുന്നവരായിരിക്കും. നിങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് തന്നതിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും. നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയ ഓരോ അസ്വസ്ഥത പോലും നിങ്ങൾ പറയാതെ പ്രകടിപ്പിക്കാതെ വായിച്ചറിയുന്ന ഒരാളായിരിക്കും. നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന, നിങ്ങൾ നന്നായി കേട്ടിരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും. വലിയ പരാതികളും പ്രതിഷേധങ്ങളും ഒന്നും കാണിക്കാതെ വളരെ ഫോക്കസ്ഫുൾ ആയിട്ട് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. എല്ലായ്പ്പോഴും ഒരുപാട് ബഹളം കാണിച്ച് നടക്കുന്നവരെക്കാൾ ആവശ്യമുള്ളപ്പോൾ കൂടെ ഉണ്ടായിരിക്കുന്ന ആളുകൾ നമുക്കുള്ളതല്ലേ ഏറ്റവും നല്ലത്. ക്ലാസ് മുറികളിലെ ഇൻട്രോവേർട്ട്സ് എങ്ങനെയായിരിക്കും? എല്ലാവരും കൈ ഉയർത്തി എനിക്ക് ആൻസർ പറയണം, എനിക്കൊരു ടേൺ കിട്ടണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇൻട്രോവേർട്ട്സ് ഒന്നും മിണ്ടാതെ യാതൊരു പ്രതികരണവും ഇല്ലാതെ നിശ്ചലമായിട്ടിരിക്കും. പലരും വിധി എഴുതും ഇവന് അല്ലെങ്കിൽ ഇവൾക്ക് ആൻസർ അറിയാത്തത് കൊണ്ടാണ് ഇവൾ കൈ ഉയർത്താത്തത് അല്ലെങ്കിൽ ആൻസർ പറയാൻ ശ്രമിക്കാത്തത് എന്നായിരിക്കും. പക്ഷേ ക്ലാസ് മുറികളിൽ അധികം ബഹളമുണ്ടാക്കാത്ത, ജോലി സ്ഥലത്തെ മീറ്റിംഗ്സിൽ അധികമൊന്നും സംസാരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ളവരെക്കാൾ വളരെ നല്ല ഐഡിയാസ് ഉള്ളവരായിരിക്കും. വളരെ ക്രിയേറ്റീവ് ആയിട്ട് സൊല്യൂഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും അവരുടെ മനസ്സിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും കൂടുതൽ പ്രിപ്പറേഷൻ ആരിലാണ് കാണുന്നത്? ഉറപ്പായിട്ടും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളിലായിരിക്കും നല്ല പ്രിപ്പറേഷൻ കാണുന്നത്. പ്രിപ്പറേഷൻ ആയിരിക്കും ഏതൊരു പ്രസന്റേഷനും ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളത്. സോ നന്നായി ലിസൺ ചെയ്ത്, നന്നായി ചിന്തിച്ച്, നന്നായി വിശകലനം ചെയ്ത്, നല്ല തീരുമാനങ്ങൾ എടുത്ത്, നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല ഔട്ട്പുട്ട് കൊടുക്കുന്നവരാണ് ഇൻട്രോവേർട്സ്. വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇൻട്രോവേർട്സിനേക്കാൾ മറ്റാരിലാണ് കാണുക. അതുപോലെ തന്നെ വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും അവരിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നത്. ചില ഇൻട്രോവേർട്സ് വളരെയധികം പേടിയുള്ള ആളുകളായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇതിനൊരിക്കലും കാരണം അവരുടെ ഇൻട്രോവേർട്ടഡ് നേച്ചർ അല്ല, മറിച്ച് അവർ ഇൻട്രോവേർട്ട് ആയത് കാരണം അവർ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ അവർക്ക് എഗൻസ്റ്റ് ആയി നിന്നതുകൊണ്ടാണ്. ഷൈ ആണെന്നും സംസാരിക്കാൻ അറിയാത്ത ഒരാളാണെന്നും മറ്റുള്ളവരെ പോലെ ഇടപഴകാത്ത ഒരാളാണെന്നും നിനക്ക് എന്തോ പോരായ്മയുണ്ടെന്നും നീ നിന്നെ തന്നെ മാറ്റിയെടുക്കണമെന്നൊക്കെ നിരന്തരം കേട്ട് വളർന്ന ഒരാളെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി ഒരു ഫിയർ ജനറേറ്റ് ചെയ്യപ്പെടും മനസ്സിൽ മറ്റുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും ഈ സറൗണ്ടിങ് ഇൻജെക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫിയർ ആണ്, നാച്ചുറലി നമ്മളിലുള്ള ഒരു ഫിയർ അല്ല. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് ആകെ 2 തരത്തിലുള്ള ഭയം മാത്രമേ ഉണ്ടാകൂ. ഒന്ന് ഇരുട്ടിനോടുള്ള ഭയം, രണ്ടാമത്തത് ഉച്ചത്തിലുള്ള ശബ്ദത്തിനോടുള്ള ഭയം. ഈ വളരെ ലൗഡ് നോയ്സിനെയാണ് മനുഷ്യർ പേടിക്കുക, അതുപോലെ തന്നെ ഇരുട്ടിനെയും പേടിക്കും. നമ്മളിലുള്ള ഓരോ പേടികളും എങ്ങനെ നേടിയെടുത്തതാണ്, എങ്ങനെ നമ്മളിൽ വന്നു ചേർന്നതാണ്, നമുക്ക് ചുറ്റുമുള്ള സമൂഹം നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്ത് തന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ ഒരുപാട് സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളെ പല രീതിയിൽ ലേബലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അധികം സംസാരിക്കാത്തതോ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നതോ സ്വന്തമായിട്ട് വളരെയധികം വ്യത്യസ്തമായ ചിന്തകളുള്ളതോ ഒന്നും മറ്റുള്ള ആരെക്കാളും നമ്മളെ പിന്നിലാക്കുന്ന കാര്യങ്ങളല്ല. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനും പ്രവർത്തിക്കാനും നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും ക്രിയേറ്റീവായിട്ട് ഇരിക്കാനും സന്തോഷമായി ജീവിക്കാനും എല്ലാം പറ്റും. ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. സോ ലെറ്റ് ദം സേ. ഒരു ലെറ്റ് ദം തിയറി ഉണ്ട് കേട്ടോ, അത് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ലെറ്റ് ദം സേ ഇഫ് ദേ വോണ്ട് ടു സേ എന്നുള്ളൊരു അപ്രോച്ച് എടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. നന്നായിരിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെയും നമസ്കാരം.